വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോഷൻ്റെ ചോദ്യത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ദ ഓൾഡ് മാൻ ഷെയർഡ് ഹിസ് പ്രോപ്പർട്ടി ഡാഷ് ഹിസ് വൈഫ് ഹിസ് സൺ ആൻഡ് ഹിസ് സിസ്റ്റർ. ഓപ്ഷൻസ് 2 ഓപ്ഷൻസേ ഞാൻ എടുത്തിട്ടുള്ളൂ. എമങ് ബിറ്റ്വീൻ 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ 2 വളരെ സിമ്പിളായിട്ടുള്ള ഓപ്ഷൻസ് ആയിരുന്നു. എമങ്ങും ബിറ്റ്വീനുമാണ് കൺഫ്യൂഷൻ വരിക. ഇതിനകത്ത് പലരും ആൻസർ ചെയ്ത യമങ് ആണ്, പക്ഷെ അത് യമങ് അല്ല വരിക. യമങ് അല്ല, ബിറ്റ്വീൻ ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ബിറ്റ്വീൻ ആൻസർ ബിറ്റ്വീൻ വരാൻ കാരണം സാധാരണ ബിറ്റ്വീനൊപ്പം ബിറ്റ്വീൻ പ്ലസ് 2 പേഴ്സൺസ് ഓർ തിങ്സ് ആണ്. 2 വ്യക്തികൾ അല്ലെങ്കിൽ വസ്തുക്കളാണ് ബിറ്റ്വീനൊപ്പം വരിക. യമങ് ആകുമ്പോൾ മോർ പേഴ്സൺസ്, കൂടുതൽ ആൾക്കാർ വരുമ്പോൾ യമങ് ഉപയോഗിക്കാം. ഇതാണ് അതിൻ്റെ നിയമം. പക്ഷേ ഇതിനകത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കേസ് എന്ന് പറയുന്നത്, ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത് 2 വ്യക്തികൾ അല്ലെങ്കിൽ വസ്തുക്കൾ വരുമ്പോൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ കൂടുതൽ വരുന്നാലും ഉപയോഗിക്കാം. മോർ ദാൻ 2 പേഴ്സൺസ് ഓർ തിങ്സ് വന്നാലും ബിറ്റ്വീൻ ഉപയോഗിക്കാം. പക്ഷെ സ്പെസിഫൈഡ് ആയിരിക്കണം, എത്ര എണ്ണമെന്ന് വ്യക്തമായിരിക്കണം. 3 പേര്, 4 പേര്, 5 പേര്, 10 പേര് അങ്ങനെ പറഞ്ഞാൽ ബിറ്റ്വീൻ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോഴെവിടെയാണ് യമങ് ഉപയോഗിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോട്ട് സ്പെസിഫൈഡ്. ഹരി, രവി ആൻഡ് ഷുഹൈബ് എന്ന 3 പേരുടെ പേര് പറഞ്ഞാൽ ബിറ്റ്വീൻ തന്നെയാണ് വരിക. പക്ഷെ ഫ്രണ്ട്സ് എന്ന് എത്ര പേരെന്ന് സ്പെസിഫൈ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് യമങ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഹിസ് വൈഫ്, ഹിസ് സൺ ആൻഡ് ഹിസ് സിസ്റ്റർ എന്ന് 3 പേരെ സ്പെസിഫൈ ചെയ്ത് പറയുന്നു. 3 പേരെ സ്പെസിഫൈ, എത്ര എണ്ണമെന്ന് വ്യക്തമാണ് എങ്കിൽ നമ്മൾ ബിറ്റ്വീനാണ് ഉപയോഗിക്കുക. എവിടെയും എത്ര പേരെന്ന് വ്യക്തമാണെങ്കിൽ ബിറ്റ്വീനാണ് ഉപയോഗിക്കുക. ഹിസ് റിലേറ്റീവ്സ് എന്ന്, ദ ഓൾഡ് മാൻ ഷെയർഡ് ഹിസ് പ്രോപ്പർട്ടി ഡാഷ് ഹിസ് റിലേറ്റീവ്സ് എന്ന്, റിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ എത്ര പേരെന്ന് നമുക്കറിയില്ല. ഹിസ് റിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ എത്ര പേരെന്ന് പറയാതിരുന്നാൽ നമുക്ക് യമങ് ഉപയോഗിക്കാം. ശരി ഉത്തരം എന്ന് പറയുന്നത് ബിറ്റ്വീനാണ്.